PR ന്യൂസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സദാചാരത്തിൻ്റെ വ്യാകുലതകളില്ലാതെ നമുക്ക് നമ്മുടെ പ്രണയത്തെക്കുറിച്ച് പറയാൻ കഴിയുമോ? എല്ലാവരുടെയും ജീവിതത്തിൽ പ്രണയമുണ്ട്, പ്രണയാനുഭവങ്ങളുണ്ട്, പ്രണയത്തിൻ്റേതായ ഒത്തിരി നിറമുള്ള, മധുരമുള്ള, സുഗന്ധമുള്ള ഓർമ്മകളുണ്ട്. പക്ഷേ സദാചാരത്തിൻ്റെ ഒരു വ്യാകുലത നമ്മളെ വല്ലാതെ അലട്ടുമ്പോൾ നമ്മൾ പ്രണയം തുറന്നു പറയുന്നില്ല. ഇന്നലെ മലയാളത്തിലെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളായ പാർവതി തിരുവോത്ത് തൻ്റെ പ്രണയാനുഭവങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. അവരവരുടെ പ്രണയത്തെക്കുറിച്ച് വ്യക്തമായ ഭാഷയിൽ ആശങ്കകളില്ലാതെ, ഭയമില്ലാതെ, ലജ്ജയില്ലാതെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ സംസാരിച്ചിരിക്കുന്നു. വളരെ ആഹ്ലാദകരമായ, സന്തോഷകരമായ ഒരു കാര്യം തന്നെയായിട്ട് വേണം അതിനെ കാണാൻ. പൊതുവെ എല്ലാവരും മടിക്കുമ്പോൾ തൻ്റെ പ്രണയാനുഭവങ്ങൾ ചലച്ചിത്ര മേഖലയിലുള്ള പലരും പറയാൻ പഠിക്കുമ്പോൾ പാർവതി അതിനെ മനസ്സ് കാണിച്ചു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. അവരെല്ലാ അനുഭവങ്ങളും തുറന്നു പറയുന്നുണ്ട്, ഒരു മടിയുമില്ലാതെ. താൻ കടന്നു വന്ന പ്രണയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പറയുന്നു. ഒരു മികച്ച അഭിനേത്രി മാത്രമല്ല പാർവതി, അനുഗ്രഹീതയായ ഒരു നടിയാണ്. അതിനപ്പുറം സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ തന്നെ സ്വന്തം നിലപാടുകൾ അവർ തുറന്നു പറയാറുണ്ട്. ഒരിക്കൽ പോലും അക്കാര്യത്തിൽ പിന്നോട്ട് പോയിട്ടില്ല. സ്ത്രീത്വത്തെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും ഒക്കെ തന്നെ, സ്ത്രീകളുടെ അവകാശ നിഷേധങ്ങളെക്കുറിച്ചൊക്കെ ശക്തമായ ഭാഷയിൽ സംസാരിക്കുകയും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു അഭിനേത്രി കൂടിയാണ് പാർവതി. സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും നിലപാടുകൾ അറിയിക്കുകയും ചെയ്യുന്നവർക്ക് ചെറിയ തരത്തിലുള്ള അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഭ്രഷ്ട് കൽപ്പിക്കുന്നൊരു സിസ്റ്റം നമുക്കിടയിലുണ്ട്. സ്വാഭാവികമായിട്ട് പാർവതിയുടെ അഭിനയ ജീവിതത്തിലും അതുണ്ടായി എന്നൊക്കെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷെ അവർ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു താരമാണ്. അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള, ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നൊരു താരമാണ്. അതുകൊണ്ട് തന്നെ പാർവതി സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ വഴികൾ പറയുമ്പോൾ അവർ തൻ്റെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ പ്രണയാനുഭവങ്ങളുടെ ഈ വെളിപ്പെടുത്തൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. അവർ ഇംഗ്ലീഷ് മാഗസിന് കൊടുത്ത ഒരു അഭിമുഖത്തിലാണ് ഇതെല്ലാം തുറന്നു പറയുന്നത്. പിന്നീടത് മലയാള മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വളരെ ലൈവായിട്ട് ആ വാർത്ത വന്നു. എന്തുതന്നെയായാലും വളരെ സ്വാഗതാർഹമായ, വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിട്ട്, ഏറെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഒട്ടേറെ ആരാധകർ കാത്തിരിക്കുന്ന അനുഗ്രഹീതയായ ആ നടി സ്വന്തം നിലപാടുകൾ, സ്വന്തം പ്രണയാനുഭവങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് നമുക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മളൊക്കെ തന്നെ ഈ വ്യാകുലതകളിലാണ്, സദാചാരത്തിൻ്റെ വ്യാകുലതകൾ. മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് കരുതും, സമൂഹത്തിൽ നമ്മുടെ മാന്യത നഷ്ടപ്പെടുമോ, കുടുംബത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ, അങ്ങനെ പലതരത്തിലുള്ള വ്യാകുലതകൾ നിറയുന്ന ഒരു കാലത്ത് പ്രണയം തുറന്നു പറയാൻ എല്ലാവരും പഠിക്കുമ്പോൾ പാർവതി തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞത് സന്തോഷകരമായ ഒരു അനുഭവമായിട്ട് മാത്രം നമ്മൾ കാണണം എന്ന ഒരു എൻ്റേതായ ഒരു